ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പെർസെൻറ്റേജിലെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് ക്വസ്റ്റ്യൻ എങ്ങനെ SSCക്ക് വേണ്ടി 5 സെക്കൻഡ് അത് സോൾവ് ചെയ്യാമെന്ന് പഠിക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഇൻകം ഓഫ് Raman is 44,000. He saves 18.5% of his income. If his income increases by 17% and his expenditure increases by 40%, then his savings will be. അതിന് തന്നിരിക്കുന്ന രമൻ്റെ ഫസ്റ്റ് നമുക്ക് കൺവെൻഷണൽ മെത്തേഡിൽ എങ്ങനെ ചെയ്യാമെന്ന് പഠിക്കാം. അത് എൻ്റെ ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. രമൻ്റെ ഇൻകം പറഞ്ഞിരിക്കുന്നത് 44,000. ഓക്കെ, ഇനി അയാൾ സേവ് ചെയ്യുമെന്ന് പറയുമ്പോൾ 18.5%. അപ്പോൾ അയാൾ സേവിങ്സ് ഓഫ് രമൻ ഈ എമൗണ്ടിൻ്റെ 18.5% എടുക്കുക. ദാറ്റ് ഈസ് 44,000 ഇൻറ്റു 18.5 ബൈ 100. ഓക്കെ, അപ്പോൾ അയാളുടെ സേവിങ്സ് 8140 വരും. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര? എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ സേവിങ്സ് പ്ലസ് എക്സ്പെൻഡിച്ചർ വിൽ ബി ഈക്വൽ ടു ഇൻകം. അപ്പോൾ ഇൻകം മൈനസ് സേവിങ് എന്താണ്? എക്സ്പെൻഡിച്ചർ വരും. അപ്പോൾ 44,000 മൈനസ് 140 ആയിരിക്കും നമ്മുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ. ഇതിൻ്റെ വാല്യൂ 35,860. ഇനി പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹി സേവ്സ് ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസ് ബൈ 17%. അപ്പോൾ I-R എന്ന് പറയുമ്പോൾ 17% ഇൻക്രീസ് ചെയ്യും. 17% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ ഇൻകം എന്ന് പറയുമ്പോൾ 51,480. ഇനി എന്താ തന്നിരിക്കുന്നത്? ഹിസ് സേവിങ്സ് അല്ല, എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 40%. അപ്പോൾ പുതിയ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ E-R 40% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി 50,204. അപ്പോൾ അയാളുടെ സേവിങ്സ് എത്ര ആയിരിക്കും? ഒബ്വിയസ്ലി ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ സേവിങ്സ് വരും. അപ്പോൾ സേവിങ്സ് കിട്ടാൻ പോകുന്നത് 1276. ഇനി സേവിങ്സിൽ ഡിഗ്രിമെൻ്റ് ചോദിച്ചേ. അപ്പോൾ 8,140 മൈനസ് 1276. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടും 8,140 മൈനസ് 1276 എന്ന് പറയുമ്പോൾ സേവിങ്സ് വിൽ ഡിക്രീസ് ബൈ 6,864. ഓപ്ഷൻ 3 ആണ് ആൻസർ. ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഗായ്സ്? നമ്മൾ ഫോക്കസ് ചെയ്യണ എക്സാം SSC ആണ്. 5 സെക്കൻഡ് നമുക്ക് ആൻസർ വേണം. ഞാൻ ട്രിക്ക് പറഞ്ഞത് ആദ്യം തന്നെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് നേടാം. ഇൻകത്തിന് 100 എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക. ഇനി തന്നിരിക്കുന്നത് ഹി സേവ്സ് 18.5% ഓഫ് ഹിസ് ഇൻകം. അപ്പോൾ 18.5% സേവിങ്സ് എന്ന് പറഞ്ഞാൽ എഴുതാം. ഇനി എക്സ്പെൻഡിച്ചർ എത്രയായിരിക്കും? 100 മൈനസ് 18.5, ദാറ്റ് വിൽ ബി 81.5. ഇനി തന്നിരിക്കുന്നത് എന്താണ്? ഇൻകം 17% ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ് എക്സ്പെൻഡിച്ചർ ഓൾസോ ഇൻക്രീസ് ബൈ 40%. തന്നെ സേവിങ്സ് വിൽ ബി എത്ര? ഇൻകം 17% ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 17 ഇവിടെ എഴുതാം. ഇനി എക്സ്പെൻഡിച്ചർ എത്ര? 40% ഇൻക്രീസ് ചെയ്യൂലേ? അപ്പോൾ 40%. ഇനി റിമെമ്പർ 81.5%, 40% എത്ര? ദാറ്റ് വിൽ ബി 32.6. സിമ്പിളായിട്ട് ഇൻറ്റു 4 ഡിവൈഡ് ബൈ 10 ചെയ്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇനി ഇൻകം ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ പ്ലസ് സേവിങ്സ് അല്ലേ? ഇനി ഇൻകം 17 എത്തിക്കാനായിട്ട് 32.6 കൂടെ എന്ത് മൈനസ് ചെയ്താലാണ് നമുക്ക് 17 ഇൻകം കിട്ടുക? ആൻസർ ഇസ് 15.6%. റൈറ്റ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സേവിങ് ഡിക്രിമെൻ്റ് ആയിരിക്കും. ഇനി ഫൈനൽ ആൻസർ കിട്ടാനായിട്ട് നമ്മുടെ ഇൻകം ഇല്ലേ 44,000, 44,000 കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി 15.6 ബൈ 100. ഈ വാല്യൂ ആണ് 6,864. ദേ സെയിം വാല്യൂ ഡിക്രിമെൻറ്റ് ആയത് 6,864. 5 സെക്കൻഡുള്ള ആൻസർ കിട്ടില്ല. മറ്റേ സ്റ്റെപ്പിനെ പോലെ കോംപ്ലിക്കേറ്റഡ് ആയി കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. വെറും 5 സെക്കൻഡിനകത്ത് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻകം ഓഫ് രമൻ ഈസ് 77,600. He saves 30% of his income. If his income increases by 50% and its expenditure increases by 50%, then his savings will be. ആദ്യം തന്നെ ഇൻകം എക്സ്പെൻഡിച്ചർ സേവിങ്സ് എഴുതാം. ഇൻകം 100 ആയിട്ട് അസ്യൂം ചെയ്യുക. ഇനി പറഞ്ഞിരിക്കുന്നത് സേവിങ്സ് ഈസ് 30% ഓഫ് ഹിസ് ഇൻകം. 13% സേവിങ്സ് ആണെങ്കിൽ എക്സ്പെൻഡിച്ചർ എത്ര ആയിരിക്കും? ഒബ്വിയസ്ലി 87 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഈസ് ഇൻകം ഇൻക്രീസ് ബൈ 50%. അപ്പോൾ ഇൻകത്തിൻ്റെ ഇവിടെ 50% എഴുതുക. ഇനി അടുത്തത് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 50%. ഒബ്വിയസ്ലി 100 50% എന്ന് പറയുമ്പോൾ 50. ഇനി എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 50%. 87.5ൻ്റെ 50% എത്ര? അതിൻ്റെ പാതി പറയുമ്പോൾ 43.5. ഇനി ഈ 43.5ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് ഇൻകം 50 എന്ന് കിട്ടുക? ഒബ്വിയസ്ലി അവിടെ പ്ലസ് 6.5 ആഡ് ചെയ്യണം. അപ്പോൾ 6.5. സേവിങ്സ് എത്ര കൂട്ടണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ
that will be 6.5 into initial income, that is 77,600 divided by 100. Okay, divided by 100. ഇതിന്റെ ആൻസർ നമുക്ക് that would be 5044 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഇൻക്രീസ് ബൈ 5044 ആണ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻകം ഓഫ് രമൻ ഈസ് 86,400. He saves 22.5% of his income. If his income increased by 22% and its expenditure increases by 25%, then his savings will be. ആദ്യം തന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ് ചെയ്താൽ ഇൻകത്തിനെ 100 ആക്കി അസ്യൂം ചെയ്യുക. അത് കഴിഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നത്? ഹി സേവ്സ് 22.5% ഓഫ് ഹിസ് ഇൻകംസ്. സേവിങ്സ് എന്ന് പറയുമ്പോൾ 22.5% ചെയ്താൽ. ഇനി അടുത്ത എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ അയാളുടെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 77.5 ആയിരിക്കും. ഇനി പറയുന്നത് ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസസ് ബൈ 22%. അപ്പോൾ ഇൻകം 22 എന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ബൈ 25%. ഈ 77.5ന്റെ 1/4 വാല്യൂ എത്ര? ദാറ്റ് വിൽ ബി 19.375 ഡിവൈഡ് ബൈ 4. 77.5 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. ഇനി ബാക്കി എത്രയാണ് സേവിങ്സ് ഇൻക്രീസ് ആകേണ്ടത്? സോ ദാറ്റ് അവർ ഇൻകം വിൽ ബി 22. ദാറ്റ് വിൽ ബി പ്ലസ് 2.625. ഇനി സേവിങ്സ് എത്ര ഇൻക്രീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2.265 ബൈ 100 ഇൻറ്റു അയാളുടെ തുടക്കത്തിലെ ഇൻകം എത്രയായിരുന്നു? 8640. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ സുഖമായിട്ട് ആൻസർ കിട്ടും. ആൻസർ പറയുമ്പോൾ 2268 ആൻസർ. 2268 ഇൻക്രീസ് ആട്ടാ. ഇൻക്രീസ് ബൈ 2268. ഓക്കെ, ഓപ്ഷൻ 4 ഇസ് റൈറ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻകം ഓഫ് രമൻ ഈസ് 91,700. ഹി സേവ്സ് 25% ഓഫ് ഹിസ് ഇൻകം. ഇൻകം ഇൻക്രീസസ് ബൈ 27% ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 40%. ഫൈൻഡ് ഹിസ് സേവിങ്സ്. ആദ്യം തന്നെ ഇൻകം, എക്സ്പെൻഡിച്ചർ, സേവിങ്സ് എന്ന് എഴുതാം. ഫസ്റ്റ് തന്നെ ഇൻകം 100 എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യുക. ഇനി സേവിങ്സ് എത്ര? 25%. അപ്പോൾ എക്സ്പെൻഡിച്ചർ എത്ര? 75%. ഇനി ഇൻകം ഇൻക്രീസ് ബൈ 27%. അപ്പോൾ ഇൻകത്തിൻ്റെ ഇവിടെ 27 എന്ന് എഴുതാം. ഇനി അടുത്തത് ആൻഡ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് ബൈ 40%. 75ന്റെ 40% എത്ര? 30. ഓക്കെ, ഇനി 30 പ്ലസ് വാട്ട് ഈസ് 27. 30 മൈനസ് 3 ആണ് 27. അപ്പോൾ സേവിങ്സ് എത്ര ഡിക്രിമെന്റ് ചെയ്യണം? ദാറ്റ് ഈസ് 3%. ദാറ്റ് ഈസ് 3/100 ഇൻറ്റു ഇനീഷ്യൽ ഇൻകം എത്രയായിരുന്നു? ഇനീഷ്യൽ ഇൻകം 91,700. ഓക്കെ, ആൻസർ ഈസ് 2781 ഡിക്രിമെന്റ്. ഓക്കെ, ഓപ്ഷൻ ഡി ഡിക്രീസ് ബൈ 2781. ഓക്കെ, ദാറ്റ് ഈസ് ആൻസർ. താങ്ക് യു ഗൈസ്.